ദേവി നാട് കാണാൻ ഇറങ്ങുന്ന താലപ്പൊലി. ചവറ തെക്കുംഭാഗം പനക്കറ്റോളി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ആയിരക്കണക്കിന് ബാലികമാർ അണിനിരക്കുന്ന പനക്കറ്റോളി ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി ദക്ഷിണ കേരളത്തിലെ ഒരു വിസ്മയമാണ്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ചരിത്രവും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. സൂര്യൻ 39 ഡിഗ്രി സെൽഷ്യസിൽ ചുട്ടുപൊള്ളുമ്പോഴും ദേവിയെ ഒരു നോക്ക് കാണുവാൻ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് ഇവിടെ ഈ നട്ടുച്ച സമയത്തും ഉള്ളത്. പണ്ട് ദേശരക്ഷയ്ക്കായി ദേവി നടത്തിയ ഊരുവലത്തിൻ്റെ ഓർമ്മയ്ക്കായി ആണ്ടുതോറും ഉത്സവാരംഭത്തിൽ താലപ്പൊലിയോടുകൂടിയ ദേവിയെ ഊരുവലത്തായി എഴുന്നള്ളിക്കുന്നതാണ് ഈ ഉത്സവം. ക്ഷേത്രം നിൽക്കുന്ന പ്രദേശത്തെ ഒരു ബാലികയെ ദേവിയായി സങ്കല്പിച്ച് അണിയിച്ചൊരുക്കിയാണ് താലപ്പൊലി എഴുന്നള്ളത്ത് നടത്തുന്നത്. ഈ ബാലികയെ കന്യാവെന്നാണ് വിളിക്കുന്നത്. ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവത്തിൽ കന്യാവാകാനുള്ള അനുഗ്രഹം ലഭിച്ചത് തെക്കുംഭാഗം ഇടയല വീട്ടിൽ രാഹുലിൻ്റെയും ഷീബയുടെയും മകളുമായ അമൃത രാഹുലിനാണ്. ഊരുവലത്തിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ക്ഷേത്രത്തിന് അകത്ത് നടക്കുന്നത്. ദേവീ ചൈതന്യം കലമാൻ കൊമ്പിലേക്ക് ആവാഹിച്ച് ആ കലമാൻ കൊമ്പിൽ പിടിച്ചാണ് ഈ കന്യാവ് ഈ 4 കരകളിലും ഊരുവലത്ത് നടന്നത്. ദേശത്തിന് എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും നൽകി അനുഗ്രഹിച്ച് ദേശത്തിനും ദേശനിവാസികൾക്കും അനുഗ്രഹം ചൊരിഞ്ഞ് 4 കരകളിലും യാത്ര ചെയ്യുമ്പോൾ ഭക്തർ നിറപറയും നിലവിളക്കും നിറധാന്യങ്ങളും പൂവും പുഷ്പാലങ്കാരവുമായി അമ്മയെ സ്വീകരിക്കും. 14-15 മണിക്കൂർ നീളുന്ന യാത്ര അവസാനിച്ച് ദേവി ക്ഷേത്രത്തിൽ തിരികെ എത്തുന്ന തൊട്ടടുത്ത ദിവസം പുലർച്ചെയായിരിക്കും. കൊടും ചൂടിനെയും വെയിലിനെയും വകവെക്കാതെ ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിയെ ഒരു നോക്ക് കാണുവാനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഭക്തജന സഹസ്രങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അമ്മ ഊരുവലത്തിനായി ഇറങ്ങുമ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു ദേവിയും ഊരുവലത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അത് പാവുമ്പ ഭഗവതിയായിരുന്നു. ചവറ തെക്കുംഭാഗത്തിൻ്റെ 2 പ്രധാന ദേവീക്ഷേത്രങ്ങൾ തമ്മിലുള്ള സംഗമമാണ് ഇത്. തെക്കുംഭാഗം പനക്കറ്റോടി ദേവിയും പാവുമ്പ ഭഗവതിയും തമ്മിലുള്ള സഹോദരീ സംഗമം. പനക്കറ്റോടി ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് പാവുമ്പ ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള ഈ വർഷത്തെ താലപ്പൊലി എഴുന്നള്ളത്തിനായി കന്യാവായി തിരഞ്ഞെടുത്തത് കോയിവിള പുത്തൻ സങ്കേതം കുഴിഞ്ഞിയിൽ പുത്തൻ വീട്ടിൽ പ്രമോദ് കുമാറിൻ്റെയും അനൂപ് പി കൃഷ്ണൻ്റെയും മകൾ പ്രാർത്ഥനയാണ്. തൻ്റെ 4 കരകളിലും സഞ്ചരിക്കുന്ന പനക്കറ്റോടിൽ ഭഗവതി പാവുമ്പ ദേവി പീഠത്തിലെത്തുമ്പോൾ സഹോദരിയായ പാവുമ്പ ദേവി സ്വീകരിക്കാനെത്തുന്നു എന്ന വിശ്വാസമാണ് ഈ താലപ്പൊലിക്ക് നിദാനം. ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്ര നടുവത്തുചേരി, പൊന്നോടിൽ, അഴകത്ത്, കുളങ്ങരവളി ദേവീപീഠം, വടക്കുംഭാഗം പള്ളാഴത്ത് ചാവടി എന്നിവിടങ്ങളിൽ വിശ്രമിച്ചതിന് ശേഷമാണ് പാവുമ്പ ദേവീപീഠത്തിൽ എത്തിച്ചേരുന്നത്. ഒട്ടുമിക്ക വീടുകളിലും അൻപൊലിപ്പറയോടുകൂടിയാണ് ദേവിയെ സ്വീകരിക്കുന്നത്. ഈ പോകുന്ന വഴികളിലെല്ലാം അലങ്കാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാത്രിയാകുമ്പോൾ ഇതിലും ഭംഗിയായി കാണാൻ. അതുപോലെ തന്നെ കൂടെ താലപ്പൊലി എന്ന ബാലികമാർക്ക് ഭക്ഷണവും വെള്ളവും എന്ന് വേണ്ട വളരെ വലിയ രീതിയിലുള്ള ചടങ്ങാണ് ഈ താലപ്പൊലി മഹോത്സവം എന്ന് പറയുന്നത്. അത് നേരിട്ട് കാണേണ്ടത് തന്നെയാണ്. അൻപൊലിപ്പറ കഴിഞ്ഞ വീടുകളിൽ നിന്നുള്ള പഴവും മറ്റ് സാധനങ്ങളൊക്കെ ഈ ബസ്സിലിരിക്കുന്നവരെ കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബസ് കുറേ നേരമായിട്ട് ഇങ്ങനെ ഇവിടെ ബ്ലോക്കായി കിടക്കുക. നല്ല ചൂടല്ലേ, വെള്ളവും അതുപോലെ പഴവും ഒക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആൾക്കാർ. ഇതാണ് പാവുമ്പ ദേവീപീഠം. ഇവിടെയാണ് ദേവീ സംഗമം നടക്കുന്നത്. പാവുമ്പ ദേവീ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയും വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പാവുമ്പ ക്ഷേത്രത്തിലെ കന്യാവുമായി എഴുന്നള്ളുന്നതും പാവുമ്പ ദേവീപീഠത്തിൽ 2 ക്ഷേത്രങ്ങളിലെയും ദേവിമാർ ഒത്തുചേരുന്ന അപൂർവവും ഭക്തിസാന്ദ്രവുമായ ദേവീ സമാഗമം ഇവിടെ ദൃശ്യമാകുന്നു.
തുടർന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം പാവുമ്പ ക്ഷേത്ര ദേവിയെ യാത്രയാക്കി പനക്കറ്റൊടിൽ ദേവി തിരികെ യാത്രയാകും.